നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുവൈറ്റിലുള്ള ഫിഷ് മാർക്കറ്റിലേക്കാണ്. എല്ലാത്തരം മീനുകളും നമുക്കവിടെ കിട്ടുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. വളരെ വില കുറഞ്ഞ റേറ്റിൽ നമുക്ക് മീനവിടെ കിട്ടുന്നതാണ്. പലതരത്തിലുള്ള നല്ല വിലയുടെയും ഉണ്ട്, വില കുറഞ്ഞതും ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മീനൊക്കെ മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ തുടർന്ന് കാണുക. നമ്മൾ നിൽക്കുന്നത് അൽക്കുത്ത് മാളിലാണ്. അപ്പോൾ അൽക്കുത്ത് മാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് മാർക്കറ്റ് മാത്രമല്ല കേട്ടോ, സകല പരിപാടിയുണ്ട്. ഈ കുവൈറ്റുകളൊക്കെ ഇവിടെ വന്നിട്ടാണ് വൈകുന്നേരങ്ങളിൽ കൂടുതലും റെസ്റ്റുകളൊക്കെ എടുക്കുന്നത്. ഈ ഒരു ആംബിയൻസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ പുറകിൽ കാണുന്നതൊക്കെ അടിപൊളിയൊരു ലുക്കാണ് കേട്ടോ ഇവിടെ. ഇതെന്ന് പറയുന്നത് മീറ്റ് മാർക്കറ്റാണ്. അതായത് ചിക്കന്, ബീഫ് കിട്ടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റാണ് ഈ കാണുന്നത്. ഇതെല്ലാം തൊട്ടടുത്ത ബിൽഡിങ്ങിലാണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ തൊട്ട് പുറകിൽ കണ്ടത് ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റാണെങ്കിൽ ഇത് മീറ്റിൻ്റെ മാർക്കറ്റാണ്. തൊട്ടപ്പുറത്താണ് നമ്മുടെ ഫിഷ് മാർക്കറ്റ് വരുന്നത്. ഇതെല്ലാം ഒരൊറ്റ ബിൽഡിങ്ങിൽ തന്നെയാണെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മലയാളിയാണ്. ഫാഹിൽ ഫിഷ് മാർക്കറ്റിലാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു മലയാളി ചേട്ടൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മലയാളി ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ പുള്ളിയോട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ എല്ലാത്തരം മീനും ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സ്പെഷ്യലായിട്ട് പറയേണ്ട ഒരു കാര്യം. നമ്മൾ ആ കടയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേട്ടനോട് ചോദിക്കാം. 74 ആണല്ലേ? ആഹാ, ഇവിടെ വന്നാൽ നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ? പിന്നെ വീട്ടിലെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? അങ്ങനെ പോകുന്നല്ലേ? അതെ അല്ലേ? ആയിക്കോട്ടെ. ചേട്ടൻ താന്നൂരാണ്. താന്നൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം ബോട്ടപടമൊക്കെ നടന്ന ആ സ്ഥലത്താണുള്ളത്. അപ്പോൾ ചേട്ടൻ ഇവിടെ വന്നിട്ട് 2 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള മലയാളികൾ ഒരുപാട് പേര് നമ്മുടെ ഈ മാർക്കറ്റിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് ആൾക്കാർ പരിചയപ്പെട്ടിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെന്താണ്? അല്ലാജ അല്ലേ? നാട്ടിൽ താന്നൂര്. അപ്പോൾ പരിചയപ്പെട്ട് സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുക. നമ്മൾ ഫാഹയിൽ മറ്റൊരു കടയിൽ എത്തിയിരിക്കുകയാണ്. അൽക്കുത്ത് മാളിൻ്റെ ഉള്ളിലുള്ള 71 ആണ് കടയുടെ നമ്പർ. അപ്പോൾ ഇതും മലയാളിയുടെ ഒരു കടയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൂടെ വരാറുണ്ട്, ഫിഷ് കാര്യങ്ങളൊക്കെ മേടിക്കാറുണ്ട്. അതാണ് ഈ സ്പോട്ടിൽ തന്നെ വരാൻ കാരണം. അപ്പോൾ പട്ടാമ്പിക്കാരനൊരു ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ പട്ടാമ്പിക്കാരൻ ചേട്ടൻ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെയാണ് ഈ കട. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അദ്ദേഹത്തോട്. എന്നാണ് വാർത്തകളൊക്കെ? എന്താണ്, സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല മീനൊക്കെ ഉണ്ട്. നാളായി കുവൈറ്റിൽ? ഞാൻ 12 വർഷമായി. 12 വർഷമായി അല്ലേ? വീട്ടിലെവിടെ? ഇവിടെ താമസമൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണോ? പാലിൽ തന്നെയാണ്. ഫാമിലിയൊക്കെ ഉണ്ട്. മീനുണ്ടോ? എല്ലാ മീനുണ്ട്. എല്ലാം മീനുണ്ട്, മോതയുണ്ട്. നല്ല ഫ്രഷ് മീനുകളാണല്ലേ? ഫ്രഷ് മീനാണ്. ഇന്ന് കുറച്ച് കുറവുണ്ട് മീൻ, ചൂടായ കാരണം. എന്നാ ഈ ആഴ്ചയിൽ എന്നാണ്? വെള്ളിയാഴ്ചയാണോ നല്ല മീൻ കിട്ടുന്നത്? അതോ ശനി, ഞായർ, വെള്ളി എല്ലാ ദിവസങ്ങളും മീൻ? എല്ലാ ദിവസങ്ങളും കിട്ടും അല്ലേ? എല്ലാ ദിവസങ്ങളും മീനുണ്ട്. നല്ല സീസൺ സമയമാണോ? ഇപ്പോൾ സീസണാണ്, എങ്കിലും ഇപ്പോൾ മീൻ കുറവാണ് ചൂട് കാരണം കൊണ്ട്. അതെ അല്ലേ? ഏറ്റവും കൂടുതൽ വിൽക്കുന്ന മീൻ ചേട്ടാ? ഇവിടെ മോത, വറ്റ, നെയ്മീൻ. അതാണ് നമ്മുടെ മലയാളികൾ കൂടുതലും കഴിക്കുന്ന മീൻ. ആൾക്കാരെങ്ങനെ ഓർഡർ ചെയ്ത് മേടിക്കാറുണ്ട്? നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തു. നമ്മുടെ ഓൺലൈനിൽ ചെയ്യാം. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നേ? അത് നമ്മളെ നമ്പർ കൊടുത്ത് അവർ നമ്മൾ വിളിക്കുക. അങ്ങനെയാണ് അല്ലേ? അങ്ങനെയാണ്. കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചേട്ടൻ പറയുന്നത് ഓൺലൈനായിട്ടുള്ള ബിസിനസ്സും കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ വാട്സപ്പ് നമ്പറുണ്ട്. ആ നമ്പറിൽ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മുടെ സ്ഥലത്ത് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ ആ നമ്പർ ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ വിളിക്കാൻ കുവൈറ്റിലുള്ളവർക്ക് കേട്ടോ, അവർ വീടുകളിൽ എത്തിച്ചു തരും. അത് നമുക്കൊരു ഉപകാരമാവും. അപ്പോൾ ഒരുപാട് മലയാളികൾ നമ്മുടെ ഈ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നമ്മൾ കണ്ടത് ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ്. ഇനി കുറച്ച് പുറത്തെ കാഴ്ചകൾ കാണാം. ഇതെന്ന് പറയുന്നത് അൽക്കുത്ത് മാളിനോട് ചേർന്നിട്ടുള്ളൊരു
എന്താണ് ബോട്ടുകളെല്ലാം കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ തൊട്ടുപുറകെ കാണുന്ന കണ്ടില്ലേ. അപ്പോൾ ഈ ബോട്ടുകളെല്ലാം ഇങ്ങനെ നിരന്നിരുന്ന് കിടക്കും. ഇവർ പണി കഴിഞ്ഞിട്ട് ഇവിടെയാണ് കൊണ്ടിടുന്നത്. അപ്പോൾ അതിനുശേഷം ഇവിടെ നിന്നാണ് അവർ വലയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് ഇതുപോലെ മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മീൻ വന്ന് ഇറങ്ങുന്ന ഒരു സ്പോട്ടാണിത്. അപ്പോൾ ആ ഇറങ്ങുന്ന സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് ലേലമൊക്കെ എടുത്ത് നല്ല മീനൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. മാഫി മുഷ്കിൽ മാഫി മുഷ്കിൽ ما في مشكله. هذا عايز عايز زين زين. الحمد لله. هذا مو سقعان، هذا سخن. الحمد لله. What's your name? هذا صيادين الغلابي. What's your name? محمود. 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 هذا سيد. زين. هذا صياد. ഇത് ഇവിടുന്ന് ഐസ് ഇവരിങ്ങനെ ഫിഷിലോട്ട് ബോട്ടിലോട്ട് കയറ്റുന്ന കാഴ്ചയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഐസ് കൊണ്ടുവരും. ഐസ് കൊണ്ടുവന്നിട്ട് ഇതാ ഇതേപോലെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഈ പോകുന്നത് നേരെ അങ്ങോട്ട് തള്ളി വിടും കേട്ടോ. ഇങ്ങനെ തള്ളി അങ്ങോട്ട് വിടും. ഇത് കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ കുളിരണിയിക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ കാണുന്ന ഓരോ മനുഷ്യരിലും നന്മയുള്ള നാളെയുടെ പ്രതീക്ഷകളെ കാണാം. ആ പ്രതീക്ഷകളാണ് ഓരോ പ്രവാസിയെയും ഈ മണ്ണിൽ പിടിച്ചു നിർത്തുന്നത്. നമ്മുടെ കുവൈറ്റിലെ ഫിഷ് മാർക്കറ്റിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതിന് തൊട്ട് പുറകെ കണ്ടത് ഈ മീനൊക്കെ പിടിക്കാൻ പോകുന്നവരുടെ ഒരു ഇതാണ്. അവർ ഐസ് കയറ്റുന്നത് കണ്ടു. അപ്പോൾ അവരിപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നോടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ.